അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ കാലത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവനയായിരുന്നു അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നവരെ എല്ലാം രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്നത്. അത് അമേരിക്കയുടെ തനത് സംസ്കാരത്തെയും മൂല്യങ്ങളെയും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടതിനാൽ അവർ വൻപിച്ച ഭൂരിപക്ഷത്തോടെ തന്നെ ട്രംപിനെ വിജയിപ്പിച്ച് അധികാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. വിജയിച്ച ശേഷം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് ട്രംപ് ഇതേ കാര്യം ഊന്നിപ്പറയുകയും ഒപ്പം അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കുടിയിറക്കിന് ആയിരിക്കും എന്നുള്ള വസ്തുത പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോഴും ആരും അത് അത്ര ഗൗരവമായി എടുത്തില്ല. എന്നാൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നമ്മുടെ രാജ്യത്തേക്കുള്ള കുടിയേറ്റം അവസാനിക്കുമെന്ന് ഉറക്കെ പ്രസ്താവിച്ച ട്രംപ് സത്യപ്രതിജ്ഞ ചടങ്ങിനെ സാക്ഷിയാക്കി കുടിയിറക്കിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പുവെക്കുകയും ചെയ്യുകയും പിറ്റേന്ന് മുതൽ കുടിയിറക്ക് ശക്തമാക്കുകയും ചെയ്തതോടെ നിലപാടിൽ കൃത്യതയുള്ള ട്രംപ് പറഞ്ഞ വാക്ക് പാലിച്ചെന്ന് അറിഞ്ഞ് അമേരിക്കയുടെ ലിബറൽ നയത്തിൻ്റെ വിടവിലൂടെ അവിടേക്ക് കയറിപ്പറ്റിയ സ്വതന്ത്ര ചിന്തയും ഇടതുപക്ഷക്കാരും ഇസ്ലാമിസ്റ്റുകളും എല്ലാം നെട്ടോട്ടം ഓടുന്ന കാഴ്ചകളാണ് അമേരിക്കയിൽ നിന്നും പിന്നീട് കാണാൻ കഴിഞ്ഞത്. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ ജീവിക്കുന്ന 15 ലക്ഷത്തോളം ആളുകളുടെ പേര് ചേർത്തുള്ള പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടികയിൽ രേഖകളില്ലാതെ അമേരിക്കയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരും ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ ഏറ്റവും അധികം കുടിയേറ്റക്കാരുള്ള ഹോണ്ടുറാസിൽ നിന്നാണ്, പിന്നാലെ ഗ്വാട്ടിമാല, മെക്സിക്കോ, എൽ സാൽവഡോർ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് അനധികൃതമായി അമേരിക്കയിൽ താമസിക്കുന്നത്. പറഞ്ഞതെല്ലാം കടുകിട തെറ്റിക്കാതെയും മേലും കീഴും നോക്കാതെയും നടപ്പിലാക്കിക്കൊണ്ട് ട്രംപ് മുന്നേറുമ്പോൾ പ്രസിഡന്റായ ഉടനെ തന്നെ നടപടികൾ കർശനമാക്കി ട്രംപ് രംഗത്ത് ഇറങ്ങുമെന്ന് ബൈഡന്റെ ഡെമോക്രാറ്റിക് ഭരണത്തിൻ്റെ അനുകൂല്യങ്ങൾ പറ്റി അമേരിക്കൻ വിരുദ്ധ ചിന്തകളെ പരിപോഷിപ്പിച്ച് ജീവിച്ചവർ ആരും കരുതിയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അനധികൃത കുടിയേറ്റക്കാരെയെല്ലാം കൃത്യമായി ഏതാണ് എന്ന് നോട്ടമിട്ടിരുന്ന ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ അവരിൽ 1300ഓളം ആളുകളെ അറസ്റ്റ് ചെയ്ത് പട്ടാളത്തിൻ്റെ വിമാനത്തിലാക്കി രാജ്യത്തിൻ്റെ അതിർത്തിക്ക് പുറത്തേക്ക് വിടുകയായിരുന്നു. ട്രംപ് ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് വാദിച്ച് രംഗത്ത് വന്ന ബ്രസീലിന് പുറകെ തന്നെ അവരെ സ്വീകരിക്കേണ്ടതായി വന്നു. ട്രംപിൻ്റെ ഈ പ്രവൃത്തിക്കെതിരെ പൊട്ടിത്തെറിച്ച കൊളംബിയയാകട്ടെ ട്രംപിൻ്റെ കയ്യിൽ നിന്ന് നിമിഷങ്ങൾക്കുള്ളിൽ മുട്ടൻ പണി വാങ്ങിച്ച് കോംപ്രമൈസിന് തയ്യാറാകുന്ന കാഴ്ചയും ലോകം കണ്ടു. ഇതെല്ലാം മനുഷ്യാവകാശ ലംഘനമാണെന്ന് പറഞ്ഞ് ട്രംപിനെ സമ്മർദ്ദത്തിലാക്കാൻ വന്നവർക്കുള്ള കൃത്യമായ മറുപടിയുമായി രംഗത്ത് വന്ന ഇമിഗ്രേഷൻ ഓഫീസറായ ടോം ഹോമാൻ പറഞ്ഞത് നാട് കടത്തലിനെ കുറിച്ച് ചിലർ ആസൂത്രിതമായി പ്രചരിപ്പിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല യാഥാർത്ഥ്യം എന്നുള്ളതാണ്. തങ്ങൾ കയ്യാമം വെച്ച് അമേരിക്കയുടെ പുറത്തേക്ക് തട്ടിയത് വലിയ ക്രിമിനലുകളെയും തീവ്രവാദികളെയും ആയിരുന്നുവെന്നും സ്ത്രീകളെയോ കുട്ടികളെയോ ഒന്നും തങ്ങൾ ഇതുവരെ ആ ശ്രേണിയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുമായിരുന്നു അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത്. ഇവരുടെ പുറകെ അമേരിക്ക വിരുദ്ധ ചിന്തകളുമായി അമേരിക്കയിൽ കഴിയുന്നവരെ എല്ലാം വരും ദിവസങ്ങളിൽ പുറത്താക്കുമെന്നുള്ള വിവരങ്ങളാണ് അവിടെ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ഹമാസ് പ്രേമികൾക്കുള്ള പണിയും ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ അണിയറയിൽ തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അനധികൃതമായി അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെ തിരികെ അയക്കുവാൻ എല്ലാ പിന്തുണയും കൊടുത്തിരിക്കുകയാണ് ഇന്ത്യ. ഇപ്പോൾ അടുത്ത മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ സന്ദർശനം നടത്തുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഈ വിവരം ലോകവുമായി പങ്കുവച്ചത്. കടുത്ത ഇന്ത്യ വിരുദ്ധതയുമായി നടന്ന കാനഡയ്ക്കിട്ട് ട്രംപ് കൃത്യമായി പണി കൊടുത്തത് നമ്മളെല്ലാം കണ്ടതാണ്. ഖലിസ്ഥാനികളെ സുഖിപ്പിക്കാൻ ഇന്ത്യയെ ചൊറിഞ്ഞ ജസ്റ്റിൻ ട്രൂഡോയുടെ സ്ഥാനം തെറിക്കുകയും അതിനു പുറകെ അമേരിക്കയിലെ ഖലിസ്ഥാനികൾക്കെതിരായി ട്രംപ് ഇപ്പോൾ നടപടികൾ കടുപ്പിച്ചിരിക്കുകയുമാണ്. അവിടെ അവരുടെ താവളങ്ങളിലും ഗുരുദ്വാരകളിലുമെല്ലാം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വേണ്ടി ഇന്ത്യയെ ചൊറിഞ്ഞ ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായങ്ങളും നിർത്തലാക്കിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അവർക്കിട്ട് മുട്ടൻ പണി കൊടുത്തിരിക്കുകയുമാണ്. എന്തായാലും ഇന്ത്യ വിരുദ്ധതയും ഉള്ളിൽ വെച്ച് ഇനി ഒരു മനുഷ്യരും അമേരിക്കയിൽ ജീവിക്കാൻ കഴിയുകയില്ല എന്ന കാര്യം ഇപ്പോൾ കൂടുതൽ അരക്കിട്ട് ഉറപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞത് ഒട്ടും താമസിക്കാതെ തന്നെ പ്രവർത്തിച്ചു കാണിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത നടപടികൾക്കായി ലോകം ഉൾക്കിടിലത്തോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ.